लेट्स अज्यूम 100 करोड़ की फिल्म बन गई, कॉस्ट ऑफ प्रोडक्शन, ऊपर से स्टार ने लिया 100 करोड़, 200 हो गया। अभी वो 200 रिकवर करने के लिए आपको 500 करोड़ करना पड़ेगा, क्योंकि थिएटर में आधा जाएगा। आप 500 करोड़ करोगे तो 200 आपके हाथ में आएगा, तब आप ब्रेक इवन होगे। कमाई तो बाद में होगी। कमाई बाद में होगी। तो एज अ स्टार, एज एन एक्टर, आई हैव ऑलवेज गॉन ऑन दिस प्रिंसिपल, माय प्रोड्यूसर मस्ट अर्न। എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമയെ പിടിച്ചുകുലുക്കുന്ന ഒരു ചോദ്യമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ സൂപ്പർ താരങ്ങളും അവരുടെ വലിയ പ്രതിഫലവും ഒരു ഭാരമായി മാറിക്കൊണ്ടിരിക്കുകയാണോ? കൽക്കി 2898 AD, സ്പിരിറ്റ് തുടങ്ങിയ പ്രോജക്റ്റുകളിൽ നിന്ന് ദീപിക പദുക്കോൺ പിന്മാറിയെന്ന റിപ്പോർട്ടുകൾ വലിയ വാർത്തയായി. പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽ ഹാസൻ തുടങ്ങിയ ഇതിഹാസങ്ങൾ അണിനിരക്കുന്ന സിനിമയാണ് കൽക്കി 2898 AD. എന്നിട്ടും ദീപികയെപ്പോലൊരു ടോപ്പ് സ്റ്റാർ എന്തുകൊണ്ട് പിന്മാറി? അതിനുള്ള കാരണം ഇൻഡസ്ട്രി സംസാരമനുസരിച്ച് അസാധ്യമായ ആവശ്യങ്ങളാണ്. 25% ഫീ വർധന, ദീപികയുടെ 25 അംഗ ടീമിന് 5 സ്റ്റാർ ട്രീറ്റ്മെന്റ്, ഷൂട്ടിംഗ് സമയം 8 മണിക്കൂറാക്കി കുറയ്ക്കാനുള്ള ആവശ്യം എന്നിവയൊക്കെയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സ്പിരിറ്റിന്റെ കാര്യത്തിലും സമാനമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഉയർന്ന ഫീസ്, ലാഭവിഹിതം, ഷൂട്ടിംഗ് ദിവസങ്ങൾ കൂടിയാൽ അധിക പണം എന്നിവയൊക്കെയായിരുന്നു ആവശ്യങ്ങൾ. നമ്മൾ ഈ പാട്ട് മുൻപും കേട്ടിട്ടുള്ളതല്ലേ? ഇന്ത്യയിലെ വലിയ താരങ്ങൾ വലിയ ഫീസ് വാങ്ങുന്നത്. എന്നാൽ ഇപ്പോഴതൊരു ബ്രേക്കിംഗ് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. രജനീകാന്തിനെ പോലൊരു ഇതിഹാസവും ഈ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ലോകേഷ് കനകരാജന്റെ കൂലി എന്ന ചിത്രത്തിന് അദ്ദേഹത്തിന്റെ ഫീസ് സിനിമയുടെ മൊത്തം ബജറ്റിന്റെ പകുതിയോളം വരുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. രജനിയുടെ കരിസ്മ ഒരു ഓപ്പണിംഗ് ഉറപ്പാക്കുന്നുണ്ടെങ്കിലും ഇത് പ്രൊഡ്യൂസർമാർക്ക് വലിയ പ്രഷറാണ്. സിനിമ അണ്ടർ പെർഫോം ചെയ്താൽ അവർക്കധികം സ്പേസ് ഉണ്ടാകില്ല. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ പോലും ഒരു പ്രോജക്റ്റിന് തിയേറ്ററിലെത്തുന്നതിന് മുൻപേ ഒരു ഭാരമായി മാറാമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണിത്. ബോളിവുഡിലും ഇത് പുതിയ കാര്യമല്ല. അക്ഷയ് കുമാർ ഹേരാഭേരി 3-ൽ നിന്ന് ഫീസ്, സ്ക്രിപ്റ്റ് പ്രശ്നങ്ങൾ കാരണം പിന്മാറിയത് ഓർമ്മയില്ലേ? ആദിപുരുഷ് പോലുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ താരങ്ങളുടെ സാലറി കാരണം ബോക്സ് ഓഫീസ് കളക്ഷനിൽ പരാജയപ്പെട്ടതും നമ്മൾ കണ്ടതാണ്. ബജറ്റിന്റെ ഭൂരിഭാഗവും അഭിനേതാക്കൾക്ക് നൽകുമ്പോൾ നല്ല സ്ക്രിപ്റ്റുകൾക്കോ VFXനോ പ്രൊമോഷനുകൾക്കോ എന്താണ് ബാക്കിയുണ്ടാകുക? ഒന്നുമില്ല. എന്നാൽ ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ബോളിവുഡും സൗത്തിലെ വലിയ ഇൻഡസ്ട്രികളും ഈ പ്രശ്നങ്ങളുമായി മല്ലിടുമ്പോൾ മറ്റ് റീജിയണൽ സിനിമകൾ ക്വയറ്റായി ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുന്നു. മലയാളം, കന്നഡ സിനിമ ഇൻഡസ്ട്രികൾ കണ്ടന്റാണ് ഇപ്പോഴും കിങ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. 2018 മഞ്ഞുമ്മൽ ബോയ്സ്, സപ്തസാഗര ദാച്ചയെല്ലോ, കാന്താര പോലുള്ള സിനിമകൾ സ്റ്റാർ പവറിൽ മാത്രമല്ല വിജയിക്കുന്നത്, അവയുടെ മികച്ച സ്റ്റോറികൾ, ഫ്രഷ് നെറേറ്റീവ്, മികച്ച എക്സിക്യൂഷൻ എന്നിവ കൊണ്ടാണ്. ഈ ഇൻഡസ്ട്രികളിലെ താരങ്ങൾ വലിയ ഡിമാൻഡുകൾ വെച്ച് സിനിമകളെ ബുദ്ധിമുട്ടിക്കാറില്ല. പകരം അവർ നല്ല സ്ക്രിപ്റ്റുകൾ തിരഞ്ഞെടുക്കുകയും കുറഞ്ഞ ബജറ്റിൽ വലിയ ബോക്സ് ഓഫീസ് വിജയങ്ങൾ നേടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് മലയാളം സിനിമയെ എക്സ്പെരിമെന്റുകളുടെ നാട് എന്ന് കണക്കാക്കുന്നത്. അവിടെ റോ ടാലന്റും നല്ലൊരു സ്റ്റോറിയും സ്റ്റാർഡത്തേക്കാൾ പ്രധാനമാണ്. ബോളിവുഡിൽ പോലും പുതിയ താരങ്ങളെ വെച്ചുള്ള സയ്യാറ പോലുള്ള ചെറിയ സിനിമകൾ വലിയ ഹിറ്റായി പ്രേക്ഷകർ പുതിയ കഥകൾ ആഗ്രഹിക്കുന്നു എന്നത് കാണിക്കുന്നു. എന്നാൽ ഹൃത്തിക് റോഷൻ, ജൂനിയർ NTR പോലുള്ള വലിയ താരങ്ങൾ ഉണ്ടായിട്ടും വോർ 2 പോലുള്ള സിനിമകൾക്ക് പ്രേക്ഷകരുടെ മാറുന്ന താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം ക്രിസ്റ്റൽ ക്ലിയറാണ്. ബോളിവുഡും തെലുങ്കും തമിഴ് ഇൻഡസ്ട്രികളും വലിയ താരങ്ങളുടെയും അതിലും വലിയ ഫീസിൻ്റെയും ഭാരത്താൽ ബുദ്ധിമുട്ടുമ്പോൾ മലയാളവും കന്നഡയും കണ്ടന്റ് ഫസ്റ്റ് സിനിമകളിലൂടെ വിജയിക്കുന്നു. നമ്മൾ ചോദിക്കേണ്ട പ്രധാന ചോദ്യം ഇതാണ്: പ്രേക്ഷകർ വെറും പേര് കേട്ട് സിനിമ കാണാൻ വരാത്തപ്പോൾ ഒരു സ്റ്റാറിന് 100 കോടി കൊടുക്കുന്നത് എത്രത്തോളം സസ്റ്റൈനബിളാണ്? ഈ ഇംബാലൻസ് പരിഹരിക്കാൻ ചില താരങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് മോഡലുകൾ പരീക്ഷിക്കുന്നുണ്ട്. അതായത് സിനിമ വിജയിച്ചാൽ മാത്രമേ അവർക്ക് കൂടുതൽ പണം ലഭിക്കൂ. ഇത് പ്രൊഡ്യൂസർമാർക്ക് റിസ്ക് കുറയ്ക്കുകയും നല്ല സിനിമകൾക്ക് ലൈഫ് നൽകുകയും ചെയ്യുന്നു. സിനിമയുടെ വിജയത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിൻ-വിൻ സിറ്റുവേഷനാണിത്. ഒരു കാര്യം നിഷേധിക്കാനാവത്തില്ല: പ്രേക്ഷകർ മാറിയിരിക്കുന്നു. കണ്ടന്റാണിപ്പോൾ ഏറ്റവും പ്രധാനം. നമ്മുടെ താരങ്ങൾ മാറാൻ തയ്യാറായില്ലെങ്കിൽ അവർ ആശ്രയിക്കുന്ന സ്റ്റാർഡം സ്വന്തം ഭാരത്തിൽ തന്നെ തകർന്നേക്കാം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ സിനിമാ താരങ്ങൾക്ക് കുറഞ്ഞ ഫീസ് നൽകുകയും കൂടുതൽ സ്റ്റോറി ടെല്ലിങ്ങിൽ നിക്ഷേപിക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതോ ബോക്സ് ഓഫീസ് നമ്പറുകൾക്ക് സ്റ്റാർ സിസ്റ്റം ഇപ്പോഴും അത്യാവശ്യമാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സിനിമാ പ്രേമികളായ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും ഇന്ത്യൻ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.